ഇന്നെനിക്ക് ഡ്രൈവിങ്ങിൻ്റെ തിയറി ടെസ്റ്റുള്ള ദിവസം കേട്ടോ. രാവിലെ തന്നെ ചാച്ചനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എന്നെ ഒന്ന് കൊണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി കറക്റ്റായിട്ട് വന്നു. പക്ഷേ വന്ന വഴിക്ക് പുള്ളിക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ ആ കാറിൽ നിന്ന് മാറ്റി തന്നെ ദാണ്ട ആ കാറിലാണ് സ്ഥലത്ത് കൃത്യസമയത്ത് തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ബെൽഹാസ ഡ്രൈവിംഗ് സെൻറ്ററിൽ. എക്സാമിന് ഒരു 15 മിനിറ്റ്സ് മുന്നേ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. കറക്റ്റായിട്ട് നമ്മൾ ആ സമയത്ത് തന്നെ എത്തി. അവിടെ ഇരുന്ന് കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്തിരുന്ന് ഒരു കാവയൊക്കെ കുടിച്ച് ഈ ചില്ല് കൂട്ടി പിന്നെ ഞാൻ എക്സാം എഴുതാൻ കയറി കേട്ടോ. ഗൈസ്, ഞാൻ എക്സാം കഴിഞ്ഞ് ഇറങ്ങി. അങ്ങനെ അയ്യോ, ഞാൻ വിചാരിച്ചു 35 ക്വസ്റ്റ്യൻസ് മൊത്തത്തിൽ തരും. 26 ആണ് നമ്മൾ കറക്റ്റ് ആണെങ്കിൽ പാസ്സാവും. നമുക്ക് നെക്സ്റ്റ് പ്രൊസീജിയറിലോട്ട് പോകാം. ഇതിപ്പോൾ എനിക്ക് 35 കറക്റ്റായിട്ട് കിട്ടി. കഷ്ടപ്പെട്ടു പഠിച്ചു. ഞാൻ നേരെ റൂമിലോട്ട് വന്നു. ഫ്രൈഡേ ആയപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഫ്രൈഡേ പ്രയർ കഴിഞ്ഞതിന് ശേഷം പോയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പം ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ടുള്ള തിയറി ടെസ്റ്റ് കഴിഞ്ഞു. തിയറി ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ അവർ നമ്മളെ വണ്ടിക്കകത്തോട്ട് കയറ്റിയിരുത്തി ഇത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് തുടങ്ങത്തുള്ളൂ. നാട്ടിലെ കാര്യം എനിക്ക് അറിയത്തില്ല, എനിക്ക് വലിയ പിടുത്തമില്ല സാധനത്തെക്കുറിച്ച്. ഒരു 262 ക്വസ്റ്റ്യൻസിനുള്ള ഒരു പ്രാക്ടീസ് സെഷൻ കണക്ക് നമുക്ക് അവർ ഓൾറെഡി തരും. അത് നമ്മൾ പഠിച്ചു പോയതിന് ശേഷം 35 ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് ഉണ്ട്. അതൊരു 26 എണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്ത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ആ ഘടകം ആ ഘടകമല്ലല്ലോ, ആ കാര്യം അങ്ങ് കഴിഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ പാസ്സായി. 35 ക്വസ്റ്റ്യൻസ് 35 ഞാൻ കറക്റ്റാക്കി നമ്മൾ പാസ്സായി. അപ്പോൾ ഇനി നമ്മൾ ഡ്രൈവിങ് പഠിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ.